നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. അൾഷിമേഴ്സ് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു രോഗാവസ്ഥയാണ്. അൾഷിമേഴ്സിനെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശാണ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, അൾഷിമേഴ്സ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പ്രായം മാത്രമാണോ ഒരു കാരണം? അതുപോലെ ചെറുപ്രായത്തിൽ ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ടോ? അൽഷിമേഴ്സ് ഡിമെൻഷ്യ എല്ലാത്തരം ഡിമെൻഷ്യകളിലും വെച്ച് ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള തരം ഡിമെൻഷ്യയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രായാധിക്യം തന്നെയാണ്. പക്ഷേ പ്രായാധിക്യം, ജനിതക ഘടന, പരിസ്ഥിതി, ഇങ്ങനെ 3 കാര്യങ്ങൾ ചേർന്നുള്ള ഒരു അവസ്ഥയാണ്. അതാണ് അൽഷിമേഴ്സ് ഡിമെൻഷ്യയിലോട്ട് നയിക്കുന്നത്. തീർച്ചയായും പ്രായമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. 85 വയസ്സിന് മുകളിലുള്ളവരിൽ 10-7 പേർക്കെങ്കിലും അൽഷിമേഴ്സ് ഡിമെൻഷ്യ ഉണ്ടാകാമെന്നാണ് പറയപ്പെടുന്നത്. 1/3 ആൾക്കാർക്കെങ്കിലും. 65 വയസ്സിന് മുകളിലുള്ളവർക്കാണെങ്കിൽ ഇത് ഒരു 7% വരും. ചെറിയ പ്രായത്തിലും ചിലപ്പോഴെങ്കിലും അൽഷിമേഴ്സ് ഡിമെൻഷ്യ ഉണ്ടാകാം, അതായത് 45 വയസ്സിന് മുന്നേ. ഇത് കൂടുതലും പാരമ്പര്യമായിട്ടുള്ള ജനിതകമായിട്ടുള്ള കാരണങ്ങൾ മൂലമാണ്. അതായത് പ്രീസിനൈലിൻ 1 പ്രോട്ടീൻ, പ്രീസിനൈലിൻ 2, പിന്നെ അമൈലോയിഡ് പ്രിക്കേഴ്സർ പ്രോട്ടീൻ, അങ്ങനെ 2-3 തരം ജീനുകളുടെ വ്യത്യാസം കാരണം ചിലർക്ക് 45 വയസ്സിന് മുന്നേ തന്നെ ഈ അൽഷിമേഴ്സ് ഡിമെൻഷ്യയുടെ ലക്ഷണങ്ങൾ കാണാം. അതുകൂടാതെ മറ്റൊരു ജീൻ കൂടിയുണ്ട്. അതും കുറച്ചുകൂടി നേരത്തെ തന്നെ ഈ അൽഷിമേഴ്സ് ഡിമെൻഷ്യയുടെ ലക്ഷണങ്ങൾ വരാൻ കാരണമാകാം. ഡോക്ടർ, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ മറവി രോഗങ്ങൾ പലതരമുണ്ട്. അതിൽ നിന്ന് അൾഷിമേഴ്സിനെ എങ്ങനെ വേർതിരിച്ചറിയാം? മറവി രോഗങ്ങൾ പലതരമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ അൽഷിമേഴ്സ് ഡിമെൻഷ്യയാണ്. അൽഷിമേഴ്സ് ഡിമെൻഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രോഗലക്ഷണം എന്ന് പറയുന്നത് തന്നെ മറവിയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ എന്നും കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ തലച്ചോറിലേക്ക് എത്തുന്നു. ഇതിൽ നമുക്ക് വേണ്ടവ നമ്മുടെ തലച്ചോറ് സൂക്ഷിച്ചു വയ്ക്കുന്നു. ആവശ്യം വരുമ്പോൾ അത് തിരിച്ചെടുക്കാനും കഴിയുന്നു. അതാണ് ഓർമ്മ. അപ്പോൾ ദൈനംദിനമുള്ള കാര്യങ്ങൾ, നമ്മളിപ്പോൾ കണ്ട കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ, രാവിലെ കഴിച്ച ഭക്ഷണം, ഇത്തരം കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മറന്നു പോവുക. ആദ്യം അത്രയേ ഉണ്ടാവുള്ളൂ. കുറച്ചുകൂടി വർഷങ്ങളോളം കഴിയുമ്പോൾ എപ്പോഴും സ്ഥിരമായിട്ട് പരിചയമുണ്ടായിരുന്ന ആൾക്കാരെയും എല്ലാം മറന്നു പോകും. പഴയ കാര്യങ്ങൾ വരെ മറന്ന് ഒരു കൊച്ചുകുട്ടിയെ പോലെ ആകുന്നൊരവസ്ഥയിലേക്ക് എത്തും. അതുകൂടാതെ നമുക്ക് സ്ഥിരമായിട്ട് അറിയാവുന്ന വഴികൾ, സ്ഥലങ്ങൾ, ഇതിലേക്കുള്ള വഴികൾ മറന്നു പോകുക. സ്ഥിരമായിട്ട് പോകുന്നൊരു പള്ളിയോ ക്ഷേത്രമോ ആയിരിക്കാം, പക്ഷേ ഈ വഴി തെറ്റി അലഞ്ഞു തിരിഞ്ഞ് നടക്കാം. അതുപോലെ ഓരോ കാര്യങ്ങൾ ജഡ്ജ് ചെയ്യാനുള്ള, അതായത് ചിന്താശേഷി അത് ബാധിക്കാം. ഒരു കാര്യം ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഒരു പാത്രം, ചൂടായ പാത്രം തൊട്ടാൽ പൊള്ളുമെന്നറിയാം, പക്ഷേ ഈ ഒരു കാര്യം രോഗി മറന്നു പോകാം. എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ, നല്ലതുപോലെ ചെയ്യാൻ അറിയാവുന്ന പ്രക്രിയകൾ കൃത്യമായി ചെയ്യാൻ കഴിയാതെ വരിക. ഉദാഹരണത്തിന് സ്ത്രീകളാണെങ്കിൽ പാചകത്തിൽ തെറ്റുപറ്റുക. അപ്പോൾ ഒരു കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഏതൊക്കെ സാധനങ്ങൾ വേണം, അത് എത്ര അളവിൽ വേണം, എങ്ങനെ ഏത് ഓർഡറിൽ അത് ചെയ്യണം, ഇത് മറന്നു പോവുക, ഉപ്പിടാൻ മറക്കുക, അല്ലെങ്കിൽ കൂടിപ്പോവുക, അങ്ങനെയുള്ള തെറ്റുകൾ വരാം. അതുപോലെ വസ്ത്രം ധരിക്കാനുള്ളതിലുള്ള പാകപ്പിഴകൾ ഉണ്ടാകാം. സാരി ഉടുക്കാൻ മറന്നു പോവുക, ഇടതുവശവും വലതുവശവും തമ്മിൽ മാറിപ്പോവുക. ഇതിനൊപ്പം പെരുമാറ്റത്തിലെ വ്യത്യാസങ്ങളുണ്ടാവാം. അതായത് പ്രധാനമായിട്ടും ഉത്കണ്ഠ, അമിതമായിട്ട് എല്ലാ കാര്യത്തിനും ഒരു ആൻസൈറ്റി, പെട്ടെന്ന് വികാരങ്ങളുണ്ടാവുക, പെട്ടെന്ന് അമിതമായിട്ടുള്ള ദേഷ്യം, സങ്കടം, കാരണമില്ലാതെ പൊട്ടിച്ചിരിക്കുക. പിന്നെ പലപ്പോഴും സാമാന്യ മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള പെരുമാറ്റം. നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാളായിരിക്കാം, പക്ഷേ പലപ്പോഴും സ്ഥലം എവിടെയാണ്, ആരോടാണ് ഈ സംസാരിക്കുന്നത് എന്നുള്ള ഒരു ബോധമില്ലാതെ ചിലപ്പോൾ അതൊരു സ്വഭാവ വൈകൃതമാണെന്ന് പോലും തെറ്റിദ്ധരിക്കാവുന്ന രീതിയിൽ പെരുമാറാം. സ്ഥിരമായിട്ട് പരിചരിക്കുന്ന ആളെ തിരിച്ചറിയാൻ കഴിയാതെ വരിക, അത് മറ്റാരോ ഉപദ്രവിക്കാൻ വന്നിരിക്കുന്ന അക്രമികൾ വന്നതുപോലെയൊക്കെ തോന്നാം. ജീവിത പങ്കാളിയുള്ള സംശയരോഗമുണ്ടാവാം. എല്ലാ കാര്യങ്ങളും ചുറുചുറുക്കോടെ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ക്രമേണ ഒന്നിനോടും താല്പര്യമില്ലാതെ, ഉത്സാഹമൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെ പല രോഗലക്ഷണങ്ങളാണ് ഉണ്ടാവുക. പക്ഷേ ഏറ്റവും പ്രധാനവും ഏറ്റവും ആദ്യവും പലപ്പോഴും കണ്ടു തുടങ്ങുക മറവി തന്നെയായിരിക്കും. ഈ മറവി സാധാരണ പ്രായമാവുമ്പോൾ ഏതൊരാൾക്കും ചെറിയ രീതിയിലുള്ള മറവി ഉണ്ടാവും. അതിനെ നമ്മൾ ഏജ് അസോസിയേറ്റഡ് മെമ്മറി ഇമ്പയർമെൻ്റ് എന്നാണ് പറയുന്നത്. പക്ഷെ അതല്ലാതെ മറ്റ് സമപ്രായക്കാരെക്കാളും
ഏറെയായിട്ട് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും എല്ലായ്പ്പോഴും മറവി തുടർച്ചയായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഈ ആൽസമേഴ്സ് ഡിമെൻഷ്യ അല്ലെങ്കിൽ മറ്റേതൊരു തരം ഡിമെൻഷ്യയുടെയും മറവി ഒരു പത്തോളജിക്കായിട്ടുള്ള ഒരു രോഗാവസ്ഥയിലുള്ള മറവിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. മറ്റ് ചില തരം മറവി രോഗങ്ങളുണ്ട്. അതായത് പ്രധാനമായിട്ടും വാസ്കുലർ ഡിമെൻഷ്യ, നോർമൽ പ്രഷർ ഹൈഡ്രോസെഫാലസ്, ലേവി ബോഡി ഡിമെൻഷ്യ, ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ, ഇങ്ങനെ പലതരം ഡിമെൻഷ്യകൾ. അപ്പോൾ ഇതിലെല്ലാം തന്നെ പ്രധാനമായിട്ടും നമ്മുടെ ആൽസമേഴ്സ് ഡിമെൻഷ്യയിലാണ് ഓർമ്മക്കുറവ് ആദ്യ ലക്ഷണമായിട്ട് വരിക. ഇപ്പോൾ ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യയിലാണെങ്കിൽ പലപ്പോഴും പെരുമാറ്റ വ്യത്യാസമായിരിക്കും ആദ്യ ലക്ഷണം, വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരിക തുടങ്ങിയുള്ള ലക്ഷണങ്ങൾ. ചിലർക്ക് ഭാഷ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട്, അത് കൃത്യമായിട്ടുള്ള വാക്കുകൾ പ്രയോഗിക്കാൻ കഴിയാതിരിക്കുക. ഒരു സാധനം കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ പേര്, അതൊരു പേനയാണെങ്കിൽ പേന എന്നുള്ള വാക്ക് പറയാനായിരിക്കാം ബുദ്ധിമുട്ട്. ഒരു പക്ഷേ നിഘണ്ടുവിൽ ഒന്നും ഇല്ലാത്ത പുതിയതായിട്ടൊരു വാക്കായിരിക്കാം ആരോഗ്യം, അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു വാക്ക് കിട്ടാതെ അത് ഇത് ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞത് എങ്ങനെയെങ്കിലും പറഞ്ഞൊപ്പിക്കാൻ ശ്രമിക്കുകയായിരിക്കും. ചിലപ്പോൾ വായിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ഭാഷ കൈകാര്യം ചെയ്യുന്ന വാക്കുകൾ കണ്ടെത്താനും വായിക്കാനും ഉള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം. കാണുന്ന കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ വരിക, ഇത്തരം ലക്ഷണങ്ങളായിരിക്കും മറ്റ് ചില രോഗികൾക്കുണ്ടാവുക. അതായത് ഇപ്പോൾ ഒരു ആളുടെ മുഖം കാണുകയാണ്, മുഖം കാണുമ്പോൾ കണ്ണുണ്ട് പുരുകമുണ്ട് എന്നുള്ളതല്ലാതെ നല്ല പരിചയമുള്ള ഒരാളാണെങ്കിൽ പോലും അത് ഒരു മുഖമാണെന്ന് തിരിച്ചറിയാൻ തന്നെ കഴിയാതെ പോകുന്ന ഒരവസ്ഥയായിരിക്കാം ചില രോഗികൾക്ക് ഉണ്ടാവുക. ഇത് പലതരം മറവി രോഗങ്ങളുടെ ലക്ഷണമാണ്. പിന്നെ തലച്ചോറിലെ രക്തക്കൊള്ളുകൾ അടയുന്നത് കാരണമുള്ള വാസ്കുലർ ഡിമെൻഷ്യ ഉണ്ട്. ഈ വാസ്കുലർ ഡിമെൻഷ്യയിൽ പലപ്പോഴും പെട്ടെന്നായിരിക്കും മറവി ഉണ്ടാകുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പെട്ടെന്ന് ഓരോരോ ദിവസം മറവി കൂടുന്നതായിട്ട് വരാം. ഒരു വശം തളർച്ചയുണ്ടാകാം, സംസാരത്തിന് കുഴച്ചിലുണ്ടാകാം, നടക്കുമ്പോഴുള്ള സ്പീഡ് കുറയാം, കാലക്രമേണ നടക്കുന്നതിനുള്ള സ്പീഡ് കുറവായിട്ട് വരാം. അതുപോലുള്ള പാർക്കിൻസോണിസം ഡിമെൻഷ്യാസ്, നോർമൽ പ്രഷർ ഹൈഡ്രോസെഫാലസ്, അത്തരം ഡിമെൻഷ്യകളിലെല്ലാം തന്നെ രോഗികൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സ്പീഡ് കുറയുന്നതായിട്ട് വരാം. ചെയ്ത കാര്യങ്ങളും നടക്കുമ്പോഴും എല്ലാം പതിയെ തത്തി ചെറിയ സ്റ്റെപ്പുകളെടുത്ത് റോബോട്ട് നടക്കുന്ന പോലെ നടക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം പലപ്പോഴും ആദ്യമേ കാണുക. കൈകൾക്ക് ചെറിയ വിറയലുണ്ടാകാം. ഇങ്ങനെ പലതരം മറവി രോഗങ്ങളുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും നമ്മുടെ ആൽസമേഴ്സ് ഡിമെൻഷ്യയിൽ മറവി തന്നെയാണ് ആദ്യ ലക്ഷണം. ഇതാണ് പ്രധാനമായിട്ടും രോഗലക്ഷണങ്ങൾ. ശരി ഡോക്ടർ, വ്യക്തമാണ്. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. വടകരയിൽ നിന്ന് ഭാസ്കരനാണ്. ഭാസ്കരൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഭാസ്കരൻ കേൾക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ സാർ, ഞാൻ 64 വയസ്സായി. ബ്ലഡ് ക്യാൻസർ പേഷ്യന്റ് ആണ്. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാൻ കഴിയുന്നുണ്ട്, പറഞ്ഞോളൂ സർ. ഇപ്പോ ബ്ലഡ് ക്യാൻസർ പേഷ്യന്റ് ആണ്. ഇപ്പോ 8-7 മാസമായി ഗുളിക കഴിക്കാറ്. ഇപ്പൊ എനിക്ക് ചെറുതായിട്ട് മറിഞ്ഞു വരുന്നു. മറിഞ്ഞു വരുന്നു ഈ ഗുളിക കഴിക്കുന്നതുകൊണ്ടാണോ അല്ല 64 വയസ്സായിട്ടുള്ള പ്രശ്നമാണോ എന്താണെന്നുള്ളതാണ്. ഇത് പ്രധാനമായിട്ടും സർ മറന്നു പോകുന്ന കാര്യങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞ് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കുമ്പോൾ അത് തിരിച്ചോർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ, അതോ എല്ലായ്പ്പോഴും എല്ലാ ദിവസവും ഒരുപോലെ മറവി ഇങ്ങനെ നിൽക്കുകയാണോ? കുറച്ചു നേരം കഴിയുമ്പോൾ ഈ മറന്നുപോയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ സമാധാനമായിട്ട് ആലോചിക്കുമ്പോൾ? കഴിയുന്നുണ്ട്. അപ്പം കുറച്ചു നേരം കഴിഞ്ഞത് ഓർത്തെടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മറവി രോഗം ആകാനുള്ള സാധ്യത കുറവാണ്. ഓർത്തെടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമ്മൾ സമാധാനമായിട്ടും കുറച്ചുകൂടെ ശാന്തമായിരിക്കാൻ ശ്രമിക്കുക. കുറേയേറെ നമ്മുടെ ടെൻഷനുകളെല്ലാം കൂടുമ്പോൾ പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ പോകുമ്പോൾ കാണുന്നതും ചെയ്യുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തലച്ചോറിൽ ഓർമ്മയുടെ സ്ഥാനത്ത് അത് പതിപ്പിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. അങ്ങനെ വരുമ്പോഴാണ് അത് നമ്മൾ കാര്യമാക്കേണ്ടതില്ല. പക്ഷേ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല, ക്രമേണ ഓരോ ദിവസവും എല്ലായ്പ്പോഴും മറവി കൂടിക്കൂടി വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശോധന ചെയ്യേണ്ടതാണ്. അതായത് ഇപ്പോൾ ബ്ലഡ് ക്യാൻസർ ഉള്ള രോഗികൾക്ക്, മറ്റ് ക്യാൻസർ ഉള്ള രോഗികൾക്കും തലച്ചോറിൽ ഇതിൻ്റെ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയും മറവിക്ക് കാരണമാകാം. പിന്നെ ഭക്ഷണം നേരെ കഴിക്കുന്നതിലും പോഷകാഹാരക്കുറവും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും
മറവി രോഗത്തിനും മറവിക്ക് കാരണമാകാം. ഇതെല്ലാം തന്നെ ചികിത്സിച്ച് പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റുന്ന തരം കാര്യങ്ങളാണ്. പക്ഷേ സർ പറഞ്ഞതുപോലെ കുറച്ചു നേരം കഴിഞ്ഞ് സമാധാനമായിട്ട് ആലോചിക്കുമ്പോൾ അത് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു രോഗാവസ്ഥയായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. അടൂരിൽ നിന്ന് സോമരാജനാണ്. സോമരാജൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഹലോ ഡോക്ടർ. കേൾക്കാം, പറഞ്ഞോളൂ സർ. ഡോക്ടർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഡോക്ടർ, ഞാന് കഴിഞ്ഞു. എനിക്ക് അടുത്ത കാലത്ത് മാഡം ഈ ഒരാളിനെ കണ്ടാൽ പെട്ടെന്ന് അയാളെ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ അയാളുടെ പേരും കൃത്യമായിട്ട് എന്നാൽ എനിക്ക് നല്ല പരിചയമുള്ള ആളുകളും അറിയും. കുറച്ച് കഴിയുമ്പോൾ ഒരു മിനിറ്റ് അല്ലെ ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ ആളുടെ പേര് അന്നേരവും കിട്ടത്തില്ല. അപ്പൊ ഇത് അൾഷിമേഴ്സിന്റെ ലക്ഷണം അല്ലയോ മാഡം? ആണോ അല്ലയോ എന്ന് ചോദിക്കുന്നത് ശരിയല്ല. സാറിന് എത്ര വയസ്സ് പ്രായമുണ്ട്? 65 വയസ്സ് കഴിഞ്ഞ് ഈ നവംബർ ആകുമ്പോൾ 66 തുടങ്ങും. 65 വയസ്സ് കഴിയുമ്പോൾ ചെറിയ രീതിയിൽ ഓർമ്മക്കുറവ് വന്ന് തുടങ്ങും. അത് ആ ഒരു പ്രായത്തിൽ സ്വാഭാവികമാണ്. പേര് കിട്ടാനും ആൾക്കാരെ തിരിച്ചറിയാനും സാധനങ്ങളും എല്ലാം ചെറുതായി മറന്നു തുടങ്ങും. ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും ഒരേപോലെ ഉണ്ടോ, നമ്മുടെ സമപ്രായക്കാരെക്കാളും കൂടുതലായിട്ട് നമുക്ക് മറവി വരുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ സമപ്രായക്കാരെക്കാളും കൂടുതൽ, ഒരു പക്ഷേ ജീവിത പങ്കാളിയേക്കാളും കൂടുതലായിട്ടുള്ള രീതിയിൽ മറവി കൂടുന്നതായിട്ടുണ്ടെങ്കിൽ ഇത് മറവി രോഗത്തിൻ്റെ ഒരു ആദ്യ ലക്ഷണം ആയിരിക്കാം. അത്രയേ ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ. കാരണം 65 വയസ്സ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ചെറിയ രീതിയിൽ മറവി തുടങ്ങും. ഏതൊരു അവയവത്തിൻ്റെയും പ്രവർത്തനം കുറയുന്നത് പോലെ തലച്ചോറിൻ്റെ പ്രവർത്തനവും ചെറിയ രീതിയിൽ കുറഞ്ഞു തുടങ്ങുന്ന ഒരു സമയം തന്നെയാണത്. പ്രേക്ഷകന് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ മുൻപേ സൂചിപ്പിച്ച പോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പല കാര്യങ്ങളും മറന്നു പോകുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതുപോലെ ഇതിൻ്റെ കൂടുതൽ സങ്കീർണതകൾ എന്തൊക്കെയാണ്? സങ്കീർണതകൾ പ്രധാനമായിട്ടും ഒന്ന്, ഈ രോഗിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥലകാല ബോധം ഇല്ലാതെ വരാം. അപ്പോൾ അവർക്ക് ഒരു വഴിയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഒരു ബസ്സിൽ കയറി ഒരു സ്ഥലത്തേക്ക് പോകുന്ന സ്ഥിരമായിട്ട് അറിയാവുന്ന വഴിയായിരിക്കാം. പക്ഷേ ഈ വഴി അവർ മറന്നുപോകും. വഴി മറന്നു പോകുന്ന പോലെ തന്നെ വീട്ടിൽ വളരെ പരിചയമുള്ള മുറികൾ തന്നെ മറന്നുപോകും. അപ്പോൾ ഇത്തരം രോഗികൾ വഴി തെറ്റിപ്പോവാനും അങ്ങനെ ആൾ മിസ്സായി പോകാനും കാണാതാകാനുമുള്ള സാധ്യത ഏറെയാണ്. ഈ ആൾക്കാരെ ഒരു 24 മണിക്കൂറിനുള്ളിൽ തിരിച്ച് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ കണ്ടെത്തി കിട്ടാനും അവർ മറ്റ് അപകടങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത ഏറെയാണ്. മറ്റൊന്ന്, അവർക്കൊരു ജഡ്ജ്മെൻ്റ് എറർ, ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള വേർതിരിച്ചറിയാനുള്ള ഒരു കഴിവ് നഷ്ടപ്പെടാം. ഇതവരെ പലതരത്തിലുള്ള അപകടങ്ങളിലേക്ക് നയിക്കാം. ഉദാഹരണത്തിന് തീയുടെ അടുത്ത് പോയാൽ അത് ചൂടാണ്, പൊള്ളും എന്നുള്ള കാര്യം അവർക്ക് അറിയണമെന്നില്ല. ബാൽക്കണിയുടെ അടുത്ത് ചെന്നാൽ താഴെ വീണ പരിക്ക് പറ്റാം. അതുപോലെ അല്ലാതെ തന്നെയും വീട്ടിനുള്ളിൽ തന്നെയും വീഴ്ചകൾ വന്ന് വീട്ടിനുള്ളിൽ തന്നെ അപകടങ്ങൾ വരാനുള്ള സാധ്യത ഈ രോഗികൾക്ക് ഏറെയാണ്. അതുപോലെ പല കാര്യങ്ങളോടും താല്പര്യമില്ലാതെ വരുന്നതിനോടൊപ്പം ഭക്ഷണത്തിനോടും വിരക്തി വരാം. അത് പോഷകാഹാരക്കുറവും നിർജ്ജലീകരണവും ഉണ്ടാക്കാം. ഇതെല്ലാം ഏറ്റവും സാധാരണയായിട്ട് രോഗം കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ തന്നെ വരാവുന്നതാണ്. കൂടുതൽ നാൾ കഴിയുമ്പോൾ ഈ രോഗികൾ പലപ്പോഴും കിടപ്പ് രോഗികളാവും. ആ സമയം ഇവർക്ക് ശ്വാസകോശത്തിൽ അണുബാധ, ന്യൂമോണിയ വരാനുള്ള ചാൻസസും വളരെയേറെയാണ്. അണുബാധയുണ്ടാകാം, അതുപോലെ ജന്നി ഉണ്ടാവാം, അപസ്മാരവും അവസാന ഘട്ടങ്ങളിൽ ആൽസമേഴ്സ് ഡിമെൻഷ്യ രോഗികൾക്കുണ്ടാവാം. ഇത് കൂടാതെ ഇവരുടെ പെരുമാറ്റത്തിലുള്ള മാറ്റങ്ങൾ ഇത് പലപ്പോഴും സ്വഭാവ വൈകൃതങ്ങളായി തെറ്റിദ്ധരിക്കപ്പെടാം. അത് കുടുംബത്തിലും സമൂഹത്തിലും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഈ രോഗികൾക്ക് ഉണ്ടാക്കാം. വ്യക്തമാണ് ഡോക്ടർ. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. പാലക്കാട് നിന്ന് സതീശനാണ്. സതീശൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഗുഡ് ആഫ്റ്റർനൂൺ, പറഞ്ഞോളൂ. എനിക്ക് ഈ ഇടത് വശത്തെ കണ്ണിന്റെ തുര്യത്തിന്റെ അവിടെ ഒരു ചെറിയ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകും. ഒരു മിരുമിരാന്ന് എന്തോ എഴയുന്ന പോലെ ഒരു തോന്നല് മോള് ഭാഗത്ത്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഒരു നടക്കാൻ പോയിട്ട് വന്നു കഴിഞ്ഞപ്പം ഈ വലതുവശത്തെ കാലിന്റെ അടിയിൽ ഒരു വേദന തോന്നും, ചെറിയ വേദന തോന്നും. അത് തപ്പെന്ന് നമ്മുടെ തലച്ചോറിലേക്ക് എത്തി. അതെന്താണ് എന്നറിയാന്. സാറിന് എത്ര വയസ്സ് പ്രായമുണ്ടാകും? എനിക്ക് 65 വയസ്സുണ്ട്.
ഓക്കെ, ഈ പറഞ്ഞ രോഗലക്ഷണങ്ങൾ ഇപ്പോൾ ഈ കണ്ണിൻ്റെ മുകളിൽ ചെറുതായിട്ടൊരു പിരിപിരിപ്പ് തോന്നി എന്ന് പറയുന്നത് അത് കുറച്ച് നേരം ഒരു സെക്കൻഡ്സ് അല്ലെങ്കിൽ മിനിറ്റ്സ് നീണ്ടു നിന്നതാണ്, അപ്പോൾ തന്നെ മാറിയെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ആവലാതി ആവശ്യമില്ല, അതിന് മറ്റ് പരിശോധനകൾക്ക് പോകേണ്ട കാര്യവുമില്ല. തുടർച്ചയായിട്ട് വരുന്നെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ടതുള്ളൂ. രണ്ടാമത് പറഞ്ഞത് വലത് കാലിൻ്റെ ഭാഗത്ത് നിന്നും ഒരു വേദന പെട്ടെന്ന് തോന്നി എന്ന് പറയുന്നത്, അതും ഈ പറഞ്ഞതുപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തുടർച്ചയായിട്ട് വരുന്നു അല്ലെങ്കിൽ തുടർന്ന് നിൽക്കുന്നു, വീണ്ടും വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആലോചിച്ചാൽ മതിയാവാം. ചെറുത് മുതൽ വലുത് വളരെ സങ്കീർണമായ പല ന്യൂറോളജിക്കൽ രോഗങ്ങളുടെയും ലക്ഷണങ്ങളായിട്ട് വരാം. പക്ഷേ ഇതെല്ലാം ജസ്റ്റ് ഒരു തവണ മാത്രം വന്നു എന്ന് കരുതി സർ അതിനെക്കുറിച്ച് ആലോചിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. അത് വീണ്ടും വരികയാണ് അല്ലെങ്കിൽ തുടർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം പരിശോധനകൾ ആവശ്യമുള്ളൂ. പ്രേക്ഷകന് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ പറഞ്ഞിടത്തോളം ഈ രോഗം പിടിപെട്ടാലുള്ള സങ്കീർണതകൾ വളരെ വലുതാണ്. അതുപോലെ ഈ രോഗം എത്രത്തോളം നിയന്ത്രിക്കാൻ സാധിക്കും? ഈ രോഗം പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നൊരു കാര്യമല്ല ആൽസൈമേഴ്സ് ഡിമെൻഷ്യ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്ന ഒരു ഫീൽഡുമാണ് ഈ ആൽസൈമേഴ്സ് ഡിമെൻഷ്യയുടെ ചികിത്സ. പ്രധാനമായിട്ടും 3-4 തരം മരുന്നുകളാണ് നമുക്ക് ഈ രോഗത്തിന് ചികിത്സയ്ക്കായിട്ട് ലഭ്യമായിട്ടുള്ളത്. അത് മെയിൻലി ഡോണോപെസിൽ, ഗാലൻറ്റമീൻ, റിവാസ്റ്റിഗ്മിൻ, മെമാൻറ്റിൻ എന്നിവ. ഇവ പ്രധാനമായിട്ടും തലച്ചോറിനുള്ളിലുള്ള അസറ്റൈൽ കൊളീൻ അല്ലെങ്കിൽ ഗ്ലൂട്ടമേറ്റ് ഇങ്ങനെയുള്ള ചില കെമിക്കലുകളുടെ അളവ് ഇതിൻ്റെ കുറവാണ് പലപ്പോഴും ആൽസൈമേഴ്സ് ഡിമെൻഷ്യയിൽ അവസാന ഘട്ടത്തിൽ അതിൻ്റെ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന രീതിയിൽ ഉണ്ടാവുക. ഇതിൻ്റെ അളവെല്ലാം ഒരു സന്തുലിതാവസ്ഥയിലെത്തി ഈ രോഗം മൂർച്ഛിക്കുന്നതിന് ഒന്ന് ചെറിയ രീതിയിൽ സ്പീഡ് കുറയ്ക്കാനാണ് പ്രധാനമായിട്ടും ഈ മരുന്നുകൾ സഹായിക്കുക. അതിനേക്കാളേറെ ഈ രോഗിക്ക് പലതരത്തിലുള്ള പെരുമാറ്റ വ്യത്യാസങ്ങളുണ്ടാവാം. അപ്പോൾ ഇതെല്ലാം നിയന്ത്രിക്കാനുള്ള സങ്കടമെങ്കിൽ അത് അല്ലെങ്കിൽ ഉത്കണ്ഠ, ഇതെല്ലാം നിയന്ത്രിക്കാനുള്ള പലതരം മരുന്നുകൾ ഇവയെല്ലാം നൽകാൻ കഴിയും. അതുപോലെ പലതരം കൗൺസിലിംഗ് പോലുള്ള മറ്റ് അവരുടെ മാനസിക നിലവാരം ഒന്ന് മെച്ചപ്പെടുത്താനുള്ള ചികിത്സകൾ ഇതെല്ലാം ചെയ്യാൻ കഴിയും. കൂടാതെ പുതിയതായിട്ടുള്ള പലതരം ഗവേഷണങ്ങളും നടക്കുന്നുണ്ട്. അതായത് ഈ ആൽസൈമേഴ്സ് ഡിമെൻഷ്യയിൽ തലച്ചോറിനുള്ളിൽ അമൈലോയിഡ് എന്ന് പറയുന്ന ഒരു വിഷലിപ്തമായ പ്രോട്ടീൻ പാട രൂപപ്പെട്ടിട്ടുണ്ട് ആ തലച്ചോറിനകത്തുള്ള കോശങ്ങൾക്കുള്ളിൽ. അതും ടാവു എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ചേർന്ന് മുടിയിഴകൾ പോലെ നാരുകൾ പോലുള്ള ചില കുരുക്കുകൾ ഉണ്ടാകാം. അപ്പോൾ ഇത്തരം അമൈലോയിഡ് പ്രോട്ടീൻസ് ഇതിൻ്റെ അളവ് കുറയ്ക്കാനും അവ തലച്ചോറിൽ നിന്ന് മാറ്റാനും ഈ ടാവു പ്രോട്ടീൻ ഡിപ്പോസിറ്റ് ചെയ്യാതിരിക്കാനും ഒക്കെയുള്ള പുതിയ ഗവേഷണ ഫലങ്ങളുണ്ട്. പുതിയ ഇമ്മ്യൂണോതെറാപ്പി തുടങ്ങി ചില പുതിയ തരം മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറയുന്ന ചിലതരം മരുന്നുകൾ അമേരിക്കയിലെ FDA അപ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവയ്ക്കെല്ലാം തന്നെ ഇതെല്ലാം രക്തത്തിലെ സിരകളിലൂടെ കുത്തിവെക്കുന്നതും പലതരത്തിലുള്ള സൈഡ് ഇഫക്റ്റ് ഉണ്ട്. ഇവ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. വളരെയധികം അങ്ങ് പുരോഗതി വന്നിട്ടില്ല. പക്ഷേ കാലക്രമേണ ഗവേഷണങ്ങളിലൂടെ ഇതിൽ കുറച്ചുകൂടെ മാറ്റങ്ങൾ വന്നേക്കാം. പക്ഷെ ഒരിക്കലും പൂർണ്ണമായും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുകയില്ല. പക്ഷേ ഈ ആൽസൈമേഴ്സ് ഡിമെൻഷ്യയ്ക്ക് വേണ്ടിയുള്ള പരിശോധനകൾ നടക്കുമ്പോൾ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള മറ്റ് പലതരം ഡിമെൻഷ്യകളും ഉണ്ട്. അതിനെ നമ്മൾ റിവേഴ്സിബിൾ ഡിമെൻഷ്യ എന്ന് പറയും. അപ്പോൾ ഇത്തരം പല ഡിമെൻഷ്യകളും കണ്ടെത്താൻ കഴിയാം. അവയെ ഇതിനൊപ്പം തന്നെ ചികിത്സിച്ച് മാറ്റാൻ കഴിഞ്ഞേക്കും. ഇതാണ് പ്രധാനമായിട്ടുള്ള ചികിത്സാ രീതികൾ. പിന്നെ നമ്മുടെ ഒരു ജീവിത രീതിയിലുള്ള മാറ്റങ്ങൾ, അതായത് സന്തുലിതമായിട്ടുള്ള ജീവിതം, പ്രധാനമായിട്ടും പോഷകാഹാരം, വ്യായാമം, ഉറക്കം ഇവയെല്ലാം ഒരു കൃത്യമായ രീതിയിൽ കൊണ്ടുപോകുന്നതും രോഗം മൂർച്ഛിക്കുന്നതിന് കുറച്ചെങ്കിലും വ്യത്യാസം വരുത്താം. അതായത് നമ്മുടെ തലച്ചോറിനെ എപ്പോഴും ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളിൽ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. സമൂഹത്തിൽ നിന്നും സാമൂഹികമായിട്ടുള്ള ഒറ്റപ്പെടലുള്ളവർക്കും കൂടുതലുള്ള വായന കുറവുള്ളവർക്കും എല്ലാം ഈ മറവി രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് പരമാവധി ഇൻ്ററാക്റ്റ് ചെയ്യുക, എല്ലാവരുമായിട്ട് ഇടപെടുക, എപ്പോഴും ആക്റ്റീവായി നിൽക്കുക, പുസ്തകങ്ങൾ കൂടുതലായിട്ട് വായിക്കുക, തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്ന ചെസ് അല്ലെങ്കിൽ പസിൽസ് അല്ലെങ്കിൽ പദപ്രശ്നങ്ങൾ ഇതെല്ലാം വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. പുതിയതായിട്ടൊരു ഭാഷ പഠിക്കാൻ പറ്റുമെങ്കിൽ അതിന് ശ്രമിക്കുക. ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോൺസിലെല്ലാം ഡുവോലിംഗോ ഇങ്ങനെയുള്ള ആപ്പ് വഴി നമുക്ക് പുതിയ ഭാഷ പഠിക്കാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ വ്യായാമം, നല്ല രീതിയിലുള്ള വ്യായാമം തുടരാൻ കഴിയുക. ഉറക്കം ഒരു മിനിമം ഒരു 7 മണിക്കൂറെങ്കിലും ഉറക്കം ഡെയിലി ആവശ്യമാണ്. അത് സംതൃപ്തി കിട്ടുന്ന രീതിയിലുള്ള നല്ല ഉറക്കം എൻഷുർ ചെയ്യുക. അപ്പോൾ ആഹാരം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ഇലക്കറികൾ, നമ്മൾ മൈൻഡ് ഡയറ്റ് എന്ന് പറയും, പച്ചക്കറികൾ പ്രധാനമായിട്ടും ചീര, മുരിങ്ങ തുടങ്ങിയ ഇലക്കറികൾ, നല്ല രീതിയിലുള്ള കൊഴുപ്പടങ്ങിയ മത്സ്യങ്ങൾ, അതായത് നമ്മുടെ മത്തി, അയല, ചൂര തുടങ്ങിയുള്ള മത്സ്യങ്ങൾ,
അതുപോലെ പൗൾട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന മുട്ട അല്ലെങ്കിൽ കോഴിയുടെ ഇറച്ചി, അല്ലാതെ റെഡ് മീറ്റ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതായത് മെയിൻലി മട്ടൺ, ബീഫ്, പോർക്ക് തുടങ്ങിയവ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുപോലെ ആൽക്കഹോളിൻ്റെ ഉപയോഗവും നല്ലതല്ല എന്നുള്ളതാണ്. പുകവലിക്കുന്നവർ അതും ഒഴിവാക്കേണ്ടതാണ്. ഈ രീതിയിലുള്ള മൈൻഡ് ഡയറ്റ്. പിന്നെ ചില ബെറീസ്, അതായത് ബെറീസ് നമുക്ക് ചിലവ് കൂടിയതാണ്, ചെറിയ പഴങ്ങൾ, അതായത് സ്ട്രോബെറി, ക്രാൻബെറി തുടങ്ങിയവ. ഗ്രെയിൻസ്, അതായത് നമ്മൾ കഴിക്കുന്നപ്പോൾ ചോറായാലും വീറ്റായാലും അതായത് ഗോതമ്പായാലും ഇത് തവിട് കളയാത്ത മുഴുധാന്യങ്ങളായിട്ട് ഉപയോഗിക്കണം. പൊടിക്കാത്ത, റവയാക്കാത്ത മുഴുധാന്യങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. നട്ട്സ് ആൻഡ് സീഡ്സ് കൂടുതലായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. നട്ട്സ് എന്ന് പറയുമ്പോൾ അത് ബദാമായിരിക്കാം, അണ്ടിപ്പരിപ്പായിരിക്കാം, അല്ലെങ്കിൽ കശുവണ്ടി ആയിരിക്കാം, പക്ഷേ കപ്പലണ്ടി ആയിരിക്കാം, ഏത് തന്നെയായാലും അത് കുറച്ചുകൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇതാണ് മൈൻഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഇത്തരം തലച്ചോറ് ദ്രവിക്കുന്ന മറവി രോഗം പോലെയുള്ള അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനും കുറേ പ്രോഗ്രസ് ചെയ്യുന്നത് തടയാനും ഇത്തരം നമ്മുടെ ആഹാര രീതിയിലും ജീവിത രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ട് കുറേയൊക്കെ സഹായിക്കും. വ്യക്തമാണ് ഡോക്ടർ. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. നെയ്യാറ്റിൻകരയിൽ നിന്ന് അമ്പിളിയാണ്. അമ്പിളി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ മാഡം, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഹലോ, പറഞ്ഞോളൂ. എനിക്ക് മാഡം 8 വർഷത്തിന് മുന്നേ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. തലയുടെ ഒരു സൈഡ് പൊട്ടിപ്പോയി. അങ്ങനെ 4 ദിവസം ഓർമ്മയില്ലാതെ കിടന്നിട്ട് പിന്നെ ഓർമ്മ കിട്ടിയൊക്കെ വന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് ചില സ്ഥലം, ചില വ്യക്തികൾ, ഇതെല്ലാം മറന്നു പോകുന്നു, ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ ഇപ്പൊ കണ്ണിന് ശരിക്കും കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥയായി. ഒരല്പമൊക്കെ ഉള്ളൂ, വായിക്കാനൊന്നും പറ്റില്ല. തലച്ചോറിനേൽക്കുന്ന ക്ഷതങ്ങൾ, അതായത് ഒറ്റ തവണ ഒരു ആക്സിഡൻറ്റിലോ ഉണ്ടാകുന്ന, ഒരു തവണ ഉണ്ടാകുന്ന ക്ഷതങ്ങളോ, അല്ലെങ്കിൽ ചില സ്പോർട്സ് ലൈക്ക് ബോക്സിംഗ് പോലുള്ള സ്പോർട്സിൽ അടിക്കടി തലയ്ക്കേൽക്കുന്ന ക്ഷതങ്ങൾ കാലക്രമേണ മറവിക്ക് കാരണമാകാം. പ്രത്യേകിച്ചും ഇപ്പം മാഡത്തിനുണ്ടായ തലച്ചോറിന് പരിക്ക് പറ്റിയല്ലോ, അത് ഒരു പക്ഷേ മറവിയെ, നമ്മുടെ ഓർമ്മയെ നിയന്ത്രിക്കുന്ന ടെമ്പറൽ ലോബ് എന്നല്ലെങ്കിൽ ഫ്രോണ്ടൽ ലോബിന്, ടെമ്പറൽ ലോബിനോട് ചേർന്നുള്ള ഭാഗത്തായിരിക്കാം ഈ കേട് വന്നത്. ഇത് തലച്ചോറിനേൽക്കുന്ന ക്ഷതങ്ങൾ നമുക്ക് മറവിക്ക് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, തലയ്ക്ക് പരിക്ക് പറ്റാതെ എപ്പോഴും സൂക്ഷിക്കണം. അപകടങ്ങളിൽ തന്നെയായാലും വാഹനം ഓടിക്കുക, 2 വീലേഴ്സ് ഉപയോഗിക്കുമ്പോഴും ഹെൽമെറ്റ് ഉപയോഗിക്കുക. ഡേഞ്ചറസ് ആയിട്ടുള്ള തലയ്ക്ക് പരിക്ക് പറ്റുന്ന സ്പോർട്സ് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് തലയ്ക്ക് ക്ഷതമേൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് തീർച്ചയായിട്ടും മറവിക്ക് കാരണമാകുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, ഈ രോഗത്തിനുള്ള ചികിത്സ എന്താണ്? അതുപോലെ നൂതനമായ എന്തൊക്കെ ചികിത്സാ മാർഗങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ്? നൂതനമായ ചികിത്സാ മാർഗങ്ങൾ ഞാൻ നേരത്തെ കുറച്ച് ചെറിയ രീതിയിൽ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായിട്ടും ഇമ്മ്യൂണോ തെറാപ്പിയാണ്. നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടില്ല. കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങളായിട്ട് ഇതിൽ പലതും അമേരിക്കയിലുള്ള FDA അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് അമേരിക്കയിൽ ചികിത്സയ്ക്ക് വേണ്ടി അവിടുത്തെ ചികിത്സ ഏത് നൽകാമെന്ന് തീരുമാനിക്കുന്ന ഏജൻസിയാണ്, അപ്രൂവ് ചെയ്യുന്ന ഏജൻസിയാണ്. മോണോക്ലോണൽ ആൻറ്റിബോഡീസ്, അതായത് തലച്ചോറിനുള്ളിൽ ഈ അമൈലോയിഡ് എന്ന് പറയുന്ന വിഷലിപ്തമായ പ്രോട്ടീൻ അത് അടിഞ്ഞുകൂടുന്നത് റിമൂവ് ചെയ്യാൻ വേണ്ടി, അതങ്ങ് അലിഞ്ഞു പോകാൻ വേണ്ടി അതിനെതിരെ പ്രവർത്തിക്കുന്ന ആൻറ്റിബോഡീസ്, അതിനെയാണ് നമ്മൾ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 4 തരം മോണോക്ലോണൽ ആൻറ്റിബോഡീസ് അമേരിക്കയിൽ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇവ മെയിൻലി ഡൊണാനിമാബ്, ലെക്കാനിമാബ്, അഡുക്കാനിമാബ്, ജെറാനിമാബ് എന്ന് പറയുന്ന 4 തരം മോണോക്ലോണൽ ആൻറ്റിബോഡീസാണ്. ഇവ രക്തത്തിലെ സിരയിലൂടെ കുത്തിവയ്ക്കുന്നതാണ്. അതിനെല്ലാം തന്നെ പലതരത്തിലുള്ള സൈഡ് എഫക്ട്സും വളരെ വിലയേറിയ മരുന്നുകളുമാണ്. പക്ഷേ ക്രമേണ ഗവേഷണത്തിലൂടെ ഇത്തരം പാർശ്വഫലങ്ങൾ കുറഞ്ഞ മരുന്നുകൾ ലഭ്യമാകാം. അതുപോലെ ഈ ടാവു എന്ന് പറയുന്ന ഒരു പ്രോട്ടീനും ഒരു മുടിനാരിഴകൾ പോലെ നമ്മുടെ തലച്ചോറിനകത്ത് കോശങ്ങൾക്കുള്ളിൽ ഡിപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ അവയെ റിമൂവ് ചെയ്യാനുള്ള മരുന്നുകൾ കണ്ടെത്താനും ഉള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അതുകൂടാതെ ആൽഷിമേഴ്സ് ഡിമെൻഷ്യ. ഡോക്ടർ, സമയക്കുറവ് മൂലം ഞാനൊന്ന് ഇടപെടുകയാണ്. അൽഷിമേഴ്സിനെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് നമ്മോട് സംസാരിച്ചത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് ചർച്ച ചെയ്തത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശാണ്. ഡോക്ടർ, നന്ദി.